കാക്കനാട് GST കമ്മീഷണറുടെയും കുടുംബത്തിൻ്റെയും മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് കിട്ടി. സഹോദരി ജോലി നഷ്ടമായതിൻ്റെ മനോവിഷമത്തിലായിരുന്നു. ഈ മനോവിഷമമായിരിക്കാം ഒരുപക്ഷെ കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത്. 3 പേരാണ്, 3 പേരുടെ മൃതങ്ങളാണ് കാക്കനാട് TV സെൻറ്ററിലെ ക്വാർട്ടേഴ്സിൽ കണ്ടത്. അടുക്കളയിൽ കുറേ രേഖകൾ കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടി. അതുപോലെ ഡയറി കുറിപ്പുകൾ ഉണ്ടായിരുന്നു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടക്കും. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കുറച്ചുകൂടി അറിയാൻ കഴിയുക. സെൻട്രൽ എക്സൈസ് ക്വാർട്ടേഴ്സാണ് ഈ കാക്കനാട് ഉള്ളത്. അപ്പോൾ മരിച്ചത് മനീഷ് വിജയ്, സഹോദരി ശാലിനി വിജയ്, അതുപോലെ ഇവരുടെ മാതാവ് ശകുന്തള അഗർവാൾ. യഥാർത്ഥത്തിൽ മനീഷ് വിജയ്ക്ക് 42 വയസ്സുമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സഹോദരിക്ക് 35 വയസ്സും അമ്മയ്ക്ക് 82 വയസ്സും. 3 മൃതദേഹങ്ങൾ ലഭിച്ചു. മാത്രമല്ല ഇതേ കുറച്ച് ദിവസമായിട്ട് ലീവായിരുന്നു ഈ കസ്റ്റംസ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ലാത്തതുകൊണ്ട്, ഓഫീസിൽ വരുന്നില്ല, ലീവ് കഴിഞ്ഞിട്ടും വരാത്തതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ തിരക്കി ചെന്നപ്പോഴാണ് അവിടെ ദുർഗന്ധം വരുന്നു. പിന്നീട് അവർ ജനാലയുടെ പാളിയൊന്ന് തുറന്നു നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന ഒരാളെ കണ്ടു. അങ്ങനെയാണ് ഇവിടെ ഒരു അപകട മരണം ഉണ്ടായതെന്ന് മനസ്സിലാകുന്ന 3 പേരാണ് മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളാണ് ഇവർ. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, യഥാർത്ഥത്തിൽ ഈ താങ്കൾ അവിടെ തന്നെയാണ്, ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ? എസ്കേൻ, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 നിഗമനങ്ങളിലേക്കാണ് പോലീസ് പ്രാഥമികമായി എത്തിയിട്ടുള്ളത്. ഒന്ന്, ഈ മനീഷിന്റെ സഹോദരി അവർ ജാർഖണ്ഡ് സ്റ്റേറ്റ് സർവീസിൽ ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന ഒരു യുവതിയായിരുന്നു. അവിടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വന്ന ക്രമക്കേടുകളെ തുടർന്ന് പിന്നീട് ആ സർവീസിലുണ്ടായിരുന്നവരെ മുഴുവൻ സർക്കാർ ഒഴിവാക്കുകയും അത് ഇവർക്ക് ജോലി രാജിവെക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തു. അന്നു മുതൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ കുടുംബം ഒന്നാകെ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ CBI ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഈ കേസിന്റെ കാര്യത്തിന് കൂടിയാണ് മനീഷ് ലീവ് എടുത്തിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ രേഖകളാകാം ഒരുപക്ഷെ അടുക്കളയിൽ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ കേസിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതോടെയാണ് ഈ കുടുംബം മരണത്തിൽ അഭയം പ്രാപിച്ചത് എന്നുള്ളതാണ് ഒരു നിഗമനം. രണ്ടാമത്, ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ്. അതായത് വളരെ ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുടുംബം, അമ്മയാണ് ഈ 3 മക്കളെയും വളർത്തിക്കൊണ്ടുവന്നത്. അവരെല്ലാവരും അതിൽ മനീഷ് സിവിൽ സർവീസിലെത്തി. സഹോദരി 1ാം റാങ്കോട് കൂടിയിട്ടാണ് ജാർഖണ്ഡ് സ്റ്റേറ്റ് സർവീസിലേക്ക് എത്തുന്നത്. അവിടെ ആ ജോലി നഷ്ടപ്പെട്ട ആ കുടുംബത്തെ 4 മാസം മുമ്പ് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം ലീവ്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളുടെ അറിഞ്ഞതോടെ മാനസികമായി ബുദ്ധിമുട്ടിയ ആ അമ്മ ഹൃദയസ്തംഭനത്താലോ മറ്റോ മരണപ്പെട്ടപ്പോൾ അത് കണ്ട് സഹിക്കാതെ ഈ 2 മക്കളും ആത്മഹത്യയിലേക്ക് എത്തിച്ചേർന്നു. ഈ 2 നിഗമനങ്ങളിലാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഇവരുടെ ബന്ധുക്കൾ, വിദേശത്തുള്ള സഹോദരി അടക്കം കൊച്ചിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് വന്ന് സർവീസിലൊക്കെ വന്ന് വളരെ മികച്ച മെരിറ്റിന്റെ അടിസ്ഥാനത്തിൽ സർവീസിലൊക്കെ വന്ന ഒരു കുടുംബം, അവർക്കുണ്ടായ ഒരു ദുരന്തമാണ് ആ കുടുംബത്തിനെ കൂട്ട ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്ന രീതിയിലാണ് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം മുന്നോട്ട് പോകുന്നത്. 2 മൃതദേഹങ്ങളാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 3 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സ്വാഭാവികമായും അമ്മയുടെ മരണത്തിന് ശേഷമാണ് മക്കളായ 2 പേരും ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മരണം ഹൃദയസ്തംഭനം മൂലമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലാണോ എന്ന് കണ്ടെത്തുന്നത് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. നിലവിൽ ഈ കേസ് ഇനിയിപ്പോൾ പോലീസ് സീൽ ചെയ്ത് മറച്ചിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 1 മണിക്ക് ശേഷം 1:30 ഇവിടുന്ന് മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നിർണായകമാണ്. അതിൽ അമ്മയുടെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം ലഭിച്ചാൽ മാത്രമേ മറ്റ് 2 മരണങ്ങളിലേക്കുള്ള സൂചന പോലീസിന് ലഭിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് മനീഷിന്റെ ഡയറി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചില രേഖകൾ കത്തിച്ചതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് സഹോദരിയുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ആകാമെന്ന സംശയമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും കൊച്ചിയിൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കമ്മീഷണറായി കസ്റ്റംസിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ GSTയിലേക്ക് എത്തി ജോലി ചെയ്ത മനീഷിന്റെ മരണം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അഴുകിയ നിലയിലാണ് മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. താങ്ക് യു ശ്യാം കുമാർ.